ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ റെസിപ്പീസിൻ്റെ ഡേ 13. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തക്കാളി ചട്നിയും ചപ്പാത്തിയാണ്. തക്കാളി ചട്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മസാല കറി പോലെ ആണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഒരു 2 സവാളയും 2 തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു 5-6 വറ്റൽമുളക്, ഇത്രയും നമ്മൾ എടുത്തു വയ്ക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ജീരകം പൊട്ടിക്കുക. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ആ ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4-5 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അതായത് ഒരു മുളക് പൊടിയും പിരിയമുളകും ചേർക്കുന്നില്ല, എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നില്ല. ഈ വറ്റൽ മുളകും പിന്നെ അവസാനം ചേർക്കുന്ന കുരുമുളക് പൊടിയുടെയും എരിവാണ് ഈ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി വേണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും ഒന്ന് വാടി കിട്ടണം നമുക്ക്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും സവാള നന്നായിട്ടൊന്ന് വാടി കിട്ടും നമുക്ക്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടി വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൽ സാധാരണ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി അങ്ങനെ ചേർക്കണം എന്നില്ല. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയും നന്നായിട്ട് വെന്ത് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇത്രയും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തിയാണ് ഇത്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. ഇടയ്ക്ക് കറിയും ഇളക്കി കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് നന്നായി കുഴച്ചിട്ടുണ്ട്. അതിന് ഉരുളയാക്കിയിട്ട് വയ്ക്കാം. പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ കറിയിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂണാണ് പറഞ്ഞത് കേട്ടോ. കാരണം വേറെ എരിവൊന്നുമില്ലല്ലോ. അപ്പോൾ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇനി ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റിലൊരു കറിയാണിത്. നമുക്ക് അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്തും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. അങ്ങനെ വെള്ളം മുറുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു കറിയാണ്. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയുടെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. നെയ്യ് തേച്ച് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ ഏട്ടന് ലഞ്ച് ബോക്സിലും കൂടെ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്നില്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. കേട്ടോ, നമ്മൾ ജസ്റ്റ് അതായത് ഒരുപാട് നേരം തവയിലിടാണ്ട് ഇരുന്നാൽ മതി. പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല ഫുൾക്ക പോലെ പൊന്തി വരുന്ന ചപ്പാത്തി കിട്ടും. എന്നാൽ ഒരുപാട് നേരം തിരിച്ചും മറിച്ചു വിടുകയും ചെയ്യരുത്. ഒരു 3 പ്രാവശ്യം മാത്രമേ നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം ഇടുക, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ തിരിച്ചിടുക. അപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ കൊമള വരുന്ന പോലെ കാണും. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നന്നായിട്ട് പൊന്തി കിട്ടും. കറിയും ചപ്പാത്തിയും റെഡി. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ലഞ്ച് നോക്കാം. ക്യാബേജ് കറിയും ചീരത്തോരൻ, ബ്രിഞ്ചാൾ അതായത് വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു ഫ്രൈ. ക്യാബേജ് കറി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് കൊത്തി അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട്
നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. ഒരു അരക്കപ്പ് തേങ്ങയുണ്ട്, അതിലേക്കൊരു പിഞ്ച് ജീരകവും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതാണ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി എന്തായാലും ചേർക്കണം കേട്ടോ. ചെറിയൊരു കഷ്ണം മതി, ഒരുപാട് വേണ്ട. ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി. ഇപ്പോൾ നമ്മുടെ പരിപ്പും ക്യാബേജും നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച്, അതായത് ഓരോരുത്തർക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ കറിക്ക്, ഇരുന്നാൽ ഒന്ന് കുറുകും കാരണം പരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അധികം നേരം തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ചൂടായിട്ട് ആ തിള വരുന്ന പാകമില്ലേ, അപ്പോൾ നമുക്കതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് വറവിട്ടെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറി. അച്ചാറോ തൈരോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ നല്ലതാണ്. തൈര് ചേർത്തിട്ട് ഈ കറി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. ചീര വെച്ചിട്ടാണ് ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ചീനച്ചട്ടി വെക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക, എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ആ സവാള ഒന്ന് വാടി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചീര അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചീര ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. സിമ്മിലിട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ, ജീരകം, വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി. ഇത്രയാണ് തോരൻ്റെ റെസിപ്പി. ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അറിയാം തോരൻ എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുകയെന്ന്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം, ഒന്നും കൂടെ തട്ടിപ്പൊത്തി വയ്ക്കുക എന്ന് പറയും അങ്ങനെ. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഇളക്കി നന്നായിട്ട് ഉലർത്തിയെടുക്കാം. അപ്പോൾ ചീരത്തോരനും റെഡിയായി. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ആവിയിൽ ഇരുന്നിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം. ഇത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഫ്രൈ ആണ്. അപ്പോൾ വഴുതനങ്ങ ഇങ്ങനെ കനം കുറച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. ഒരുപാട് കട്ടി പാടില്ല, അപ്പം മൊരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ സാധാരണ മീനിന് മസാല പുരട്ടില്ലേ, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതിൽ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതി ഗരം മസാല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ കുറച്ച് ആംചൂർ പൗഡറോ അല്ലെങ്കിൽ ഒരു തുള്ളി വിനീഗറോ ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട്, ഇത് ആംചൂർ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുളിക്കുള്ള ഏതെങ്കിലും ഒന്ന് ചേർക്കണം എന്തായാലും, ഒന്നെങ്കിൽ ആംചൂർ അല്ലെങ്കിൽ വിനീഗർ. എന്നിട്ട് നമ്മൾ സാധാരണ മീനിന് തേച്ചെടുക്കുന്ന പോലെ വഴുതനങ്ങ കഷ്ണങ്ങൾ തേച്ചെടുക്കാം. കുറച്ച് വേണമെങ്കിൽ മസാല ഒട്ടും പുരണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ തളിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ പുരട്ടിയെടുത്ത് നമുക്ക് വറുത്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇനി നമുക്ക് ഡിന്നർ നോക്കാം. ഇഡ്ഡലിയും തേങ്ങ വറുത്തരച്ച ചമ്മന്തിയുമാണ്. അപ്പോൾ തേങ്ങ വറുത്തരച്ച ചമ്മന്തി എന്ന് വെച്ചാൽ സാധാരണ നമ്മളിങ്ങനെ ഉള്ളി മാത്രമായിട്ട് ചമ്മന്തി അരയ്ക്കാറുണ്ട്. അതിന് പകരം അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് ഒരു സവാളയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കാം തേങ്ങ. ഒരുപാട് മൂക്കണ്ട, പക്ഷെ എന്നാലും ഒന്ന് നിറം മാറണം തേങ്ങയുടെ. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഈ ചമ്മന്തി. നമ്മൾ അരച്ച് കഴിഞ്ഞാൽ
കുറച്ചും കൂടെ വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത്. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, കാരണം തക്കാളിയുടെ പുളിയും കൂടെ ഉണ്ടാവും. എന്നാലും ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഇഡ്ഡലിയാണ് ഇന്നത്തെ ഡിന്നറിന്. അപ്പോൾ ഇഡ്ഡലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ, ഇഡ്ഡലിയും തേങ്ങ വറുത്തരച്ച ചമ്മന്തി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പീസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നാളത്തെ റെസിപ്പീസുമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.